നമസ്കാരം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയായ റഷ്യയിലേക്ക് കടന്നുകയറി തുറമുഖത്തിനും അവിടുത്തെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്കും നേരെ ആക്രമിക്കാൻ യുക്രൈൻ എന്ന ചെറിയ രാജ്യത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ മുമ്പ് ആരും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ അത് സംഭവിച്ചു. ഒന്നല്ല, പലവട്ടം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 20-ന് റഷ്യയിലെ തുവപ്സെ തുറമുഖത്തിനും അവിടുത്തെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം റഷ്യയുടെ ഊർജ്ജ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ഏകദേശം 112-ലധികം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് യുക്രൈൻ അവിടം ആക്രമിച്ചത്. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് ചർച്ച ചെയ്യുന്നു റഷ്യ വട്ടം കറക്കുന്ന യുദ്ധം. റഷ്യ യുക്രൈൻ യുദ്ധം 5-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങളാകെ മാറിമറിയുകയാണ്. ലോകം ഞെട്ടലോടെ നോക്കി നിന്ന ആ ഫെബ്രുവരി പുലരിക്ക് ശേഷം 4 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 2022 ഫെബ്രുവരി 24-ന് റഷ്യ യുക്രൈനെതിരെ പ്രത്യേക സൈനിക നടപടി പ്രഖ്യാപിക്കുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ കീവ് വീഴുമെന്നും റഷ്യൻ പ്രസിഡന്റ് പുടിൻ വിചാരിച്ചതുപോലെ ഒരു ഭരണമാറ്റം സാധ്യമാകുമെന്നുമാണ് ലോകം കരുതിയിരുന്നത്. എന്നാൽ ആ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് യുദ്ധം 5-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകക്രമം തന്നെ മാറിമറിഞ്ഞിരിക്കുകയാണ്. യുക്രൈൻ ജനതയുടെ മനക്കരുത്ത് തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനം. അധിനിവേശത്തെ ഏത് വിധേനയും ചെറുക്കുമെന്ന സാധാരണക്കാരുടെ ഉറച്ച തീരുമാനവും പ്രസിഡന്റ് സെലൻസ്കിയുടെ കീഴിലുള്ള ഭരണകൂടത്തിന്റെ ഐക്യവും റഷ്യ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. യുക്രൈന്റെ കിഴക്കൻ ഭാഗങ്ങളിലെ നഗരങ്ങൾ പൂർണ്ണമായും തകർന്നു. ഏകദേശം 1.5 കോടിയിലധികം ആളുകൾ അഭയാർത്ഥികളായി. ലക്ഷക്കണക്കിന് സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടുവെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. സാമ്പത്തികമായി രാജ്യം പതിറ്റാണ്ടുകൾ പിന്നോട്ട് പോയി. എന്നിട്ടും ചോര ചീന്തി ആ രാജ്യം പിടിച്ചു നിൽക്കുകയാണ്. വിയറ്റ്നാം ജനത അമേരിക്കയെ ഗറില്ല യുദ്ധത്തിലൂടെ പ്രതിരോധിച്ചതുപോലെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ഗറില്ല യുദ്ധത്തിലൂടെ യുക്രൈൻ റഷ്യയെ വട്ടം കറക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം 5-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈൻ നേരിടുന്ന നാശനഷ്ടങ്ങൾ അത്യന്തം ഭയാനകമാണ്. മരണസംഖ്യയെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. സൈനികരുടെ മരണസംഖ്യ ഏകദേശം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ ആയിരിക്കാമെന്നാണ് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ നിഗമനം. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കുറഞ്ഞത് 15,578 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 43,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി കൂടുതലാകാമെന്ന് UN മുന്നറിയിപ്പ് നൽകുന്നു. യുക്രൈനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും റഷ്യൻ ബോംബാക്രമണങ്ങളിൽ തകർന്നു. മാരിയുപോൾ, ബക്മുത്ത്, അവ്ദിവ്ക തുടങ്ങിയ നഗരങ്ങൾ പൂർണ്ണമായും തകർന്ന് വാസയോഗ്യമല്ലാതെയായി. മരിയുപോൾ നഗരത്തിന്റെ 90% തകർക്കപ്പെട്ടതായിട്ടാണ് കണക്ക്. യുക്രൈനിലെ ഊർജ്ജ ഉൽപ്പാദന ശേഷിയുടെ ഏകദേശം 2/3 ഭാഗവും റഷ്യൻ ആക്രമണങ്ങളിൽ തകരുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ പ്രധാന വൈദ്യുത നിലയങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. യുദ്ധം മൂലം ഏകദേശം 10 ദശലക്ഷത്തിലധികം ആളുകൾക്ക് വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. ഇതിൽ 6.5 ദശലക്ഷത്തിലധികം പേർ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. 2026 ഏപ്രിലെ കണക്കുകൾ പ്രകാരം യുക്രൈനിലെ 1723 സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളും 2524 സാംസ്കാരിക അടിസ്ഥാന സൗകര്യങ്ങളും ഭാഗികമായോ പൂർണ്ണമായോ തകർക്കപ്പെട്ടു. ചുരുക്കത്തിൽ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വലിയൊരു ദുരന്തത്തിനാണ് യുക്രൈൻ മണ്ണിൽ റഷ്യൻ അധിനിവേശം വഴി തുറന്നിരിക്കുന്നത്. യുക്രൈൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ ആകെ നഷ്ടം $2.3 ട്രില്യൺ, അതായത് ഏകദേശം 190 ലക്ഷം കോടി രൂപ വരും. ഇത് യുക്രൈൻ്റെ യുദ്ധത്തിന് മുമ്പുള്ള ആഭ്യന്തര ഉൽപ്പാദനത്തെക്കാൾ 10 ഇരട്ടിയിലധികം വരുന്ന തുകയാണ്. നേരിട്ടുള്ള വരുമാന നഷ്ടം ഏകദേശം $1.7 ട്രില്യൺ ആണെന്നാണ് കണക്ക്. വ്യവസായം, കൃഷി, വ്യാപാരം എന്നീ മേഖലകളിലുണ്ടായ തകർച്ചയാണ് ഇതിന് പ്രധാന കാരണം. കെട്ടിടങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, വൈദ്യുതി നിലയങ്ങൾ എന്നിവയുടെ തകർച്ചയിലുണ്ടായ നേരിട്ടുള്ള നഷ്ടം മാത്രം $195.1 ബില്യൺ വരും. ഇതിൽ പകുതിയോളം വരുന്നത് പാർപ്പിട മേഖലയിലെ തകർച്ചയാണ്. യുദ്ധമില്ലായിരുന്നെങ്കിൽ സൃഷ്ടിക്കപ്പെടാമായിരുന്ന സമ്പത്തിൻ്റെ നഷ്ടം ഏകദേശം $600 ബില്യൺ കണക്കാക്കുന്നു. വൻതോതിലുള്ള കൃഷിനാശവും കയറ്റുമതി തടസ്സങ്ങളും മൂലം ഏകദേശം $55 ബില്യൺ നഷ്ടം കാർഷിക മേഖലയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ രാജ്യം പുനർനിർമ്മിക്കാൻ ഏകദേശം $588 ബില്യൺ ആവശ്യമാണെന്ന് ലോകബാങ്ക് 2026 ഫെബ്രുവരിയിലെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈൻ്റെ ബജറ്റിൻ്റെ 60% ഇപ്പോൾ പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ടാണ് ചെലവഴിക്കുന്നത്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായമില്ലാതെ യുക്രൈൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ തകർന്നാൽ നമുക്കത് പുനഃസൃഷ്ടിക്കാം. പക്ഷേ യുക്രൈൻ ജനതയുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവ് അതിഭീകരമാണ്. അത്രമാത്രം വലിയ റേപ്പുകളും ലൈംഗിക അതിക്രമങ്ങളുമാണ് റഷ്യൻ സൈനികർ ആ രാജ്യത്ത് നടത്തിയത്. 2022 ഏപ്രിലിൽ യുക്രൈൻ രഹസ്യാന്വേഷണ ഏജൻസി പുറത്തുവിട്ട ഒരു സംഭാഷണം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. റഷ്യൻ സൈനികനായ റോമൻ ബൈക്കോവിസ്കിയും ഭാര്യ ഓൾഗ ബൈക്കോവിസ്കിയും തമ്മിലുള്ളതായിരുന്നു ആ സംഭാഷണം. യുക്രൈൻ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ ഓൾഗ തൻ്റെ ഭർത്താവിന് അനുവാദം നൽകുന്നതായിരുന്നു ആ സംഭാഷണത്തിലുണ്ടായിരുന്നത്. നീ അവിടെ പോയി യുക്രൈൻ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, പക്ഷേ എന്നോടൊന്നും പറയരുത്. ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ മറക്കരുതെന്ന് ഓൾഗ ചിരിച്ചുകൊണ്ട് പറയുന്നത് ആ ഓഡിയോയിൽ വ്യക്തമാണ്. അന്വേഷണ ഏജൻസികൾ ഈ ദമ്പതികളെ തിരിച്ചറിയുകയും ഓൾഗയെ അന്താരാഷ്ട്ര തലത്തിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബലാത്സംഗത്തെ ഒരു യുദ്ധതന്ത്രമായി റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്നതായി ആരോപണമുണ്ട്.
4 വയസ്സുള്ള കുട്ടികൾ മുതൽ 80 വയസ്സുള്ള വയോധികർ വരെ ക്രൂരമായ റേപ്പിന് ഇരയായിട്ടുണ്ടെന്ന് UN കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം, കൂട്ടബലാത്സംഗം, നഗ്നരാക്കി പ്രദർശിപ്പിക്കൽ, ലൈംഗിക അവയവങ്ങളിൽ ഷോക്കടിപ്പിക്കൽ തുടങ്ങിയ ക്രൂരമായ നടപടികൾ റഷ്യൻ സൈന്യം നടത്തുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കളെ പീഡിപ്പിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും മാത്രമല്ല, പുരുഷന്മാരും വലിയ തോതിൽ ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. തടങ്കൽ പാളയങ്ങളിൽ കഴിയുന്ന യുക്രൈൻ പുരുഷന്മാരിൽ 50%-ലധികം പേരും ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നാണ് UN റിപ്പോർട്ട്. യുദ്ധത്തിന്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ റഷ്യൻ സൈനികർ യുക്രൈൻ സ്ത്രീകളെ ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കുന്നതായി ആഗോളതലത്തിൽ പരാതികൾ ഉയർന്നിട്ടുണ്ടെന്ന് UN ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററിംഗ് മിഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം കുറഞ്ഞത് 701 പേർ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇരയായവരുടെ എണ്ണം ഇതിലും വലുതാണ്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിനിടയിൽ ലൈംഗിക അതിക്രമങ്ങൾക്കിരയായ പലരും തങ്ങളുടെ അനുഭവങ്ങൾ ധൈര്യപൂർവ്വം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും നൽകിയ മൊഴികളിലൂടെ പുറത്തു വന്ന ചില അനുഭവങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കീവിനടുത്തുള്ള ഗ്രാമങ്ങളിൽ റഷ്യൻ സൈനികർ വീടുകളിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെ തോക്കിൻ മുന്നിൽ നിർത്തി പീഡിപ്പിച്ച നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട ലെസിയ എന്ന 53-കാരിയുടെ അനുഭവം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തന്നെ സൈനികർ ബലാത്സംഗം ചെയ്യുമ്പോൾ തന്റെ ഭർത്താവിനെ അവർ വെടിവെച്ചു കൊന്നുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. 2022 മാർച്ച് 7-ന് കീവിനടുത്തുള്ള വീട്ടിൽ വെച്ചാണ് ഇവർ റഷ്യൻ സൈനികരാൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. ഭർത്താവ് സാഷയുടെ കൊലപാതകത്തിന് അവർക്ക് സാക്ഷിയാകേണ്ടി വരികയും ചെയ്തു. തനിക്ക് നേരിട്ട ക്രൂരതയ്ക്കെതിരെ യുക്രൈൻ പ്രോസിക്യൂട്ടർ ജനറലിന്റെ ഓഫീസിൽ ഔദ്യോഗിക പരാതി നൽകിയ ലെസിയ ഇത് ലോകത്തെ അറിയിക്കാനും മറന്നില്ല. യുക്രൈനിലെ ബുച്ചയിൽ നടന്ന കൂട്ടബലാത്സംഗങ്ങൾ റഷ്യൻ അധിനിവേശത്തിനിടയിലെ ഏറ്റവും ക്രൂരമായ യുദ്ധക്കുറ്റങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 2022 ഫെബ്രുവരി അവസാന വാരം മുതൽ മാർച്ച് അവസാനം വരെ ബുച്ച നഗരം റഷ്യൻ സേനയുടെ നിയന്ത്രണത്തിലായിരുന്ന സമയത്താണ് ഈ അതിക്രമങ്ങൾ നടന്നത്. 2022 ഏപ്രിൽ ആദ്യവാരം റഷ്യൻ സേന പിന്മാറിയതിനു ശേഷം യുക്രൈൻ അധികൃതർ ഈ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടു. ബുച്ചയിലെ ഒരു വീടിന്റെ ബേസ്മെന്റിൽ 14 മുതൽ 24 വരെ പ്രായമുള്ള 25ഓളം പെൺകുട്ടികളെയും യുവതികളെയും റഷ്യൻ സൈനികർ ബന്ദികളാക്കി വെച്ചിരുന്നു. 25 ദിവസത്തോളം ഇവർ അവിടെ തടവിലായിരുന്നു. പെൺകുട്ടികളെ സൈനികർ നിരന്തരം കൂട്ടബലാത്സംഗം ചെയ്യുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നതായി യുക്രൈൻ ഹ്യൂമൻ റൈറ്റ്സ് ഓംബുഡ്സ്മാൻ ലുഡ്മില ഡെനിസോവ റിപ്പോർട്ട് ചെയ്തു. ലൈംഗിക അതിക്രമങ്ങൾ വെറും ഒരു ശാരീരിക പീഡനമല്ല, മറിച്ച് യുക്രൈൻ ജനതയെ മാനസികമായി തകർക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് റഷ്യ ഉപയോഗിക്കുന്നതെന്ന് ഇരകൾ പറയുന്നു. പല അതിജീവിതരും ഇപ്പോൾ തങ്ങളുടെ ശബ്ദം യുദ്ധക്കുറ്റങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധമായിട്ടാണ് കാണുന്നത്. തങ്ങൾ ഇരകളല്ല, മറിച്ച് അതിജീവിച്ചവരാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അവർ അന്താരാഷ്ട്ര കോടതികളിൽ മൊഴി നൽകാൻ തയ്യാറാകുന്നുണ്ട്. ഇത്തരം അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ യുക്രൈൻ പ്രോസിക്യൂട്ടർ ജനറലിന്റെ ഓഫീസും UN മനുഷ്യാവകാശ സംഘടനകളും പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. പലരും അപമാനം ഭയന്ന് മിണ്ടാതിരിക്കുകയാണെങ്കിലും കൂടുതൽ പേർ മുന്നോട്ട് വരുന്നത് റഷ്യൻ സേനയുടെ യുദ്ധക്കുറ്റങ്ങൾ തെളിയിക്കാനും സഹായിക്കുന്നു. യുദ്ധ തടവുകാരോട് പാലിക്കേണ്ട യാതൊരു മാന്യതയും റഷ്യൻ സൈന്യം പാലിച്ചില്ല. കീഴടങ്ങിയവരെ പോലും നിർദാക്ഷിണ്യം വെടിവെച്ചു കൊന്നു. കൈകൾ പിന്നിൽ കെട്ടിയിട്ട് തലയ്ക്ക് വെടിയേറ്റ നിലയിൽ 100 കണക്കിന് സാധാരണക്കാരുടെ മൃതദേഹങ്ങളാണ് ബുച്ച നഗരത്തിൽ കണ്ടെത്തിയത്. തെരുവുകളിലും കൂട്ടക്കുഴിമാടങ്ങളിലും മൃതദേഹങ്ങൾ ചെതിരിക്കിടക്കുന്ന ദൃശ്യങ്ങൾ ലോകത്തെ നടുക്കുന്നു. പാർപ്പിട സമുച്ചയങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവയ്ക്ക് നേരെ റഷ്യ ബോധപൂർവ്വം മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നു. അതായത് ഭീതി പടർത്താനായി സിവിലിയൻസിലെ ബോധപൂർവ്വം ആക്രമിക്കുകയാണ് റഷ്യ ചെയ്യുന്നത്. കുട്ടികളെയും അവർ വെറുതെ വിടുന്നില്ല. യുദ്ധത്തിനിടെ പിടിച്ച കുട്ടികളെ റഷ്യയിലേക്ക് കടത്തിയെന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കുകയാണ്. യുക്രൈൻ്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 19,500-ലധികം കുട്ടികളെ ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ട്. ഇതുവരെ 2,100 കുട്ടികളെ മാത്രമാണ് യുക്രൈനിൽ തിരികെ കൊണ്ടുവരാൻ സാധിച്ചത്. റഷ്യയിലെ 57ഓളം റീജിയനുകളിലായി ചിതറിക്കിടക്കുന്ന ഇത്തരം കുട്ടികളെ കണ്ടെത്താൻ അന്താരാഷ്ട്ര സമ്മർദ്ദവും തുടരുകയാണ്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികളെ റഷ്യയിലേക്ക് കടത്തിയത് അതീവ ആസൂത്രിതമായ സംവിധാനത്തിലൂടെയാണെന്ന് അന്താരാഷ്ട്ര അന്വേഷണങ്ങൾ വ്യക്തമാക്കുന്നു. റഷ്യൻ സേന പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ജനങ്ങളെ പരിശോധിക്കാൻ ഫിൽട്രേഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഇവിടെ വെച്ച് മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യുകയോ വധിക്കുകയോ ചെയ്യുമ്പോൾ കുട്ടികൾ ഒറ്റപ്പെടുകയും അവരെ റഷ്യയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. യുക്രൈനിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും അനാഥാലയങ്ങളിലും കഴിഞ്ഞിരുന്ന കുട്ടികളെ റഷ്യൻ സേന കൂട്ടത്തോടെ ബസ്സുകളിൽ റഷ്യയിലേക്ക് കൊണ്ടുപോയി. യുദ്ധമേഖലയിൽ നിന്ന് കുട്ടികളെ സുരക്ഷിതമാക്കാൻ എന്ന വ്യാജേന മാതാപിതാക്കളെ കൊണ്ട് സമ്മതപത്രം ഒപ്പിടുവിച്ച് വിനോദ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകും. എന്നാൽ നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും ഈ കുട്ടികളെ തിരികെ എത്തിക്കാതെ റഷ്യയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. റഷ്യയിൽ എത്തിക്കുന്ന കുട്ടികൾക്ക് അതിവേഗം റഷ്യൻ പൗരത്വം നൽകുകയും അവരെ റഷ്യൻ കുടുംബങ്ങൾ ദത്തെടുക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കുട്ടികളുടെ യുക്രൈനിയൻ സ്വത്വം ഇല്ലാതാക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത്. കുട്ടികളെ റഷ്യയിലേക്ക് നിയമവിരുദ്ധമായി നാടുകടത്തിയ സംഭവത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2023 മാർച്ച് 17-നാണ് ഹേഗ് ആസ്ഥാനമായിട്ടുള്ള ICC ഈ ചരിത്രപരമായ നടപടി സ്വീകരിച്ചത്. പുടിനെ കൂടാതെ റഷ്യൻ പ്രസിഡന്റിന്റെ ഓഫീസിലെ കുട്ടികളുടെ അവകാശങ്ങൾക്കായിട്ടുള്ള കമ്മീഷണറായ മരിയ അലക്സേവിന എൽവോവ ബെലോവിക്കെതിരെയും സമാനമായ കുറ്റങ്ങൾ കോടതി വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ കുറ്റകൃത്യങ്ങൾ നേരിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് തടയാൻ അധികാരമുണ്ടായിട്ടും പരാജയപ്പെടുകയോ ചെയ്തതിന് പുടിന് വ്യക്തിപരമായ ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു.
വാറന്റ് നിലനിൽക്കുന്നതിനാൽ പുടിൻ ICC അംഗരാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് വലിയ നിയന്ത്രണങ്ങളുണ്ട്. റഷ്യ ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയും കുട്ടികളെ യുദ്ധമേഖലയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് മാറ്റിയതെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര സമൂഹം ഇതിനെ വലിയൊരു മനുഷ്യത്വരഹിതമായ നടപടിയായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടും അതിഭീകരമായി യുക്രൈൻ തിരിച്ചടിക്കുകയും ചെയ്തു. 5 ലക്ഷത്തിലധികം റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് പാശ്ചാത്യ ഇന്റലിജൻസ് റിപ്പോർട്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ റഷ്യയെ വലിയ തോതിൽ ബാധിച്ചു. സൈനിക ഉപകരണങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ യുദ്ധമുഖത്ത് നശിപ്പിക്കപ്പെട്ടു. റഷ്യയ്ക്ക് 11,884 ടാങ്കുകൾ നഷ്ടമായി. 435 വിമാനങ്ങൾ തകർന്നു. കപ്പലുകളും ബോട്ടുകളും അടക്കം 33 നശിച്ചു. പലപ്പോഴും റഷ്യയുടെ യുദ്ധതന്ത്രങ്ങളും പിഴച്ചു. യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ റഷ്യൻ ടാങ്കുകൾ വലിയ നിരയായി റോഡുകളിലൂടെ നീങ്ങിയത് യുക്രൈൻ സൈന്യത്തിന് അവയെ എളുപ്പത്തിൽ ആക്രമിക്കാൻ അവസരമൊരുക്കി. കൂടാതെ റഷ്യൻ ടാങ്കുകളുടെ രൂപകൽപ്പനയിലെ പിഴവ് കാരണം ഒരൊറ്റ സ്ഫോടനം നടന്നാൽ പോലും ടാങ്കിനുള്ളിലെ മുഴുവൻ വെടിക്കോപ്പുകളും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ടായി. തുടക്കത്തിൽ റഷ്യൻ സൈന്യത്തിനുണ്ടായ ആശയവിനിമയ തകരാറുകളും ലോജിസ്റ്റിക് പ്രശ്നങ്ങളും യുക്രൈൻ തിരിച്ചടിക്കാൻ കൂടുതൽ സമയം നൽകി. കൂടാതെ യുക്രൈൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടതോടെ റഷ്യൻ വിമാനങ്ങൾക്ക് യുക്രൈൻ ആകാശത്ത് സ്വതന്ത്രമായി പറക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. ഇതാണ് വിമാനങ്ങളുടെ നാശനഷ്ടം വർദ്ധിപ്പിച്ചത്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പക്കൽ നിന്നുള്ള ആധുനിക ആയുധങ്ങൾ യുക്രൈൻ ലഭിച്ചത് റഷ്യയ്ക്ക് ദുരന്തമായി. ഉദാഹരണത്തിന് ജാവലിൻ പോലുള്ള ടാങ്ക് വേദ മിസൈലുകളും ഹിമാൻ റോക്കറ്റ് സിസ്റ്റങ്ങളും റഷ്യൻ ടാങ്കുകളും സൈനിക കേന്ദ്രങ്ങളെ തകർക്കാൻ സഹായിച്ചു. വളരെ വില കുറഞ്ഞതും എന്നാൽ കൃത്യതയുള്ളതുമായ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് റഷ്യയുടെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ടാങ്കുകളും വിമാനങ്ങളും യുക്രൈൻ തകർക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ നേരിട്ട് ടാങ്കുകളുടെ ദുർബലമായ ഭാഗങ്ങളിലേക്ക് ഇടിച്ചു കയറ്റുന്നു. യുക്രൈന് ശക്തമായ ഒരു നാവികസേന ഇല്ലെങ്കിലും അവർ നിർമ്മിച്ച കടൽ ഡ്രോണുകൾ റഷ്യൻ കപ്പലുകളെ തകർക്കാൻ ഉപയോഗിച്ചു. കരിങ്കടലിലെ റഷ്യൻ കപ്പലുകളെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ബോട്ട് ഡ്രോണുകൾ ഇടിച്ചു തകർക്കുകയായിരുന്നു. റഷ്യയുടെ സമ്പദ്വ്യവസ്ഥ നേരിട്ടുള്ളതും അല്ലാത്തതുമായ നഷ്ടങ്ങൾ ലക്ഷക്കണക്കിന് കോടി രൂപ വരും. റഷ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഏകദേശം $340, അതായത് ഏകദേശം 28 ലക്ഷം കോടി രൂപ വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യൻ സമ്പദ്വ്യവസ്ഥയിൽ വലിയ ഇടിവുണ്ടായി. യുദ്ധം ഉണ്ടായിരുന്നില്ലെങ്കിൽ റഷ്യൻ സമ്പദ്വ്യവസ്ഥ ഇന്നുള്ളതിനേക്കാൾ 12% വലുതാകുമായിരുന്നുവെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. 2026 തുടക്കത്തിൽ റഷ്യൻ GDP 1.8% ചുരുങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. ഒരു ദിവസം ശരാശരി 500 മില്യൺ മുതൽ 1 ബില്യൺ വരെ ഡോളർ റഷ്യക്ക് യുദ്ധത്തിനായി ചിലവാകുന്നുണ്ടെന്നാണ് കണക്ക്. അത് ഏകദേശം 4000 മുതൽ 8000 കോടി രൂപ വരും. ഇത് യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണങ്ങൾ കാരണം റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് വഴി പ്രതിദിനം ഏകദേശം $100 ബില്യൺ നഷ്ടം റഷ്യയ്ക്കുണ്ടാകുന്നു. അമേരിക്കയ്ക്ക് വിയറ്റ്നാമിലും റഷ്യയ്ക്ക് യുക്രൈനിലും ഉണ്ടായ തിരിച്ചടികൾ തമ്മിൽ വലിയ സാമ്യമുണ്ടെന്ന് പല പ്രതിരോധ വിദഗ്ധരും നിരീക്ഷിക്കുന്നു. വിയറ്റ്നാമിൽ വിയറ്റ് കോങ് സൈന്യം കാടുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന് നടത്തിയ ഗറില്ല ആക്രമണങ്ങളിലൂടെയാണ് ലോകശക്തിയായ അമേരിക്കയെ തളച്ചത്. യുക്രൈനിൽ ഇതിന് സമാനമായ പങ്ക് വഹിക്കുന്നത് ഡ്രോണുകളാണ്. വലിയ സൈനിക സന്നാഹമുള്ള റഷ്യയെ ചെറിയ വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈൻ നിരന്തരം പ്രതിരോധത്തിലാക്കുന്നു. വിയറ്റ്നാമിൽ ഗറില്ലകൾ ഭൂഗർഭ തുരങ്കങ്ങളും കെണികളുമാണ് ഉപയോഗിച്ചതെങ്കിൽ യുക്രൈനിൽ അത് ആധുനികമായ ഡിജിറ്റൽ ഗറില്ല യുദ്ധമാണ്. ഡ്രോണുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ച് റഷ്യൻ സൈനികരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. അമേരിക്ക വിയറ്റ്നാമിലും റഷ്യ യുക്രൈനിലും കരുതിയത് വളരെ വേഗത്തിൽ വിജയം നേടാമെന്നാണ്. എന്നാൽ രണ്ട് സാഹചര്യത്തിലും പ്രാദേശിക സൈന്യത്തിൻ്റെ ശക്തമായ പ്രതിരോധം കാരണം യുദ്ധം വർഷങ്ങളോളം നീണ്ടുപോയി. ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും ആൾനാശത്തിനും കാരണമായി. വിയറ്റ്നാമിലെ ജനങ്ങൾ തങ്ങളുടെ രാജ്യം സംരക്ഷിക്കാൻ കാണിച്ച അതേ നിശ്ചയദാർഢ്യം യുക്രൈൻ സൈന്യവും ജനങ്ങളും ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അധിനിവേശം നടത്തുന്ന സേനയ്ക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ പ്രാദേശിക പ്രതിരോധമാണ്. വിയറ്റ്നാമിന് അന്ന് സോവിയറ്റ് യൂണിയൻ്റെയും ചൈനയുടെയും പിന്തുണ ലഭിച്ചിരുന്നു. അതുപോലെ യുക്രൈന് ഇന്ന് അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും ശക്തമായ പിന്തുണയുണ്ട്. ചുരുക്കത്തിൽ വിയറ്റ്നാമിലെ ഗറില്ല യുദ്ധം റഷ്യൻ ടാങ്കുകളെയും കപ്പലുകളെയും നേരിടാൻ യുക്രൈൻ പ്രയോഗിക്കുന്ന ഡ്രോൺ വിപ്ലവത്തിന് സമാനമാണ്. രണ്ട് യുദ്ധങ്ങളും തെളിയിക്കുന്നത് ആയുധബലം കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ വേഗത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ്. യുക്രൈൻ എന്നൊരു ഡ്രോൺ പവർ ഹൗസായും മാറിയിരിക്കുകയാണ്. ഡ്രോൺ യുദ്ധമുറയിലാണ് അവർ വിജയിക്കുന്നത്. വില കുറഞ്ഞതും എന്നാൽ പ്രഹരശേഷിയുള്ളതുമായ ആയിരക്കണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യൻ ടാങ്കുകളെയും കപ്പലുകളെയും തകർക്കാൻ അവർക്ക് സാധിക്കുന്നു. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ ഉൽപ്പാദകരായി യുക്രൈൻ മാറിയിട്ടുണ്ട്. റഷ്യയുടെ വലിയ ടാങ്കുകളെയും കപ്പലുകളെയും വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ചും തകർക്കാൻ അവർക്ക് കഴിയുന്നു. കൂടാതെ റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകൾ ആക്രമിച്ചുകൊണ്ട് റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കാനും യുക്രൈൻ സാധിക്കുന്നു. പിടിച്ചെടുക്കുന്നതിനേക്കാൾ റഷ്യൻ സൈന്യത്തിന് പരമാവധി നാശനഷ്ടങ്ങൾ വരുത്താനാണ് യുക്രൈൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. യുക്രൈൻ്റെ ഡ്രോൺ സാങ്കേതികവിദ്യ റഷ്യൻ പ്രതിരോധത്തെ മറികടക്കുന്നത് പ്രധാനമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയാണ്. റഷ്യയുടെ ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങൾ ഡ്രോണുകളുടെ സിഗ്നലുകൾ തടയാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ AI ഘടിപ്പിച്ച പുതിയ ഡ്രോണുകൾക്ക് പൈലറ്റുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാലും ലക്ഷ്യസ്ഥാനം സ്വയം കണ്ടെത്തി ആക്രമിക്കാൻ കഴിയും. ഇത്തരം AI ഡ്രോണുകൾ ജാമിങ്ങിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ്. ഏകദേശം 33 കോടി രൂപ വിലയുള്ള ഒരു റഷ്യൻ ടാങ്കിനെ വെറും
40,000 രൂപ മാത്രം വിലയുള്ള ഒരു ഡ്രോൺ ഉപയോഗിച്ച് തകർക്കാൻ യുക്രൈന് സാധിക്കുന്നു. ഈ സാമ്പത്തിക ലാഭം റഷ്യയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ശക്തമായ കപ്പൽപ്പട ഇല്ലാതിരുന്നിട്ടും സീ ബേബി പോലുള്ള കടൽ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയുടെ കരിങ്കടൽ കപ്പൽപ്പടയുടെ 1/3 ഭാഗവും തകർക്കാൻ ഇങ്ങനെ യുക്രൈന് സാധിച്ചു. ഇത് റഷ്യൻ കപ്പലുകളെ തുറമുഖങ്ങളിൽ ഒളിച്ചിരിക്കാൻ നിർബന്ധിതരാക്കി. റഷ്യ വിക്ഷേപിക്കുന്ന ഇറാൻ നിർമ്മിത ഷാഹേദ് ഡ്രോണുകളെ വെടിവെച്ചിടാൻ കോടിക്കണക്കിന് രൂപയുടെ മിസൈലുകൾക്ക് പകരം ഇപ്പോൾ യുക്രൈൻ സ്റ്റിംഗ് പോലുള്ള വേഗതയേറിയ ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. ഇത് പ്രതിരോധ ചെലവ് ഗണ്യമായി കുറച്ചു. ഇലക്ട്രോണിക് ജാമിംഗ് മറികടക്കാൻ ഡ്രോണുകളെ കിലോമീറ്ററുകൾക്ക് നീളമുള്ള ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ വഴി നിയന്ത്രിക്കുന്ന രീതിയും യുക്രൈൻ പരീക്ഷിക്കുന്നുണ്ട്. ഇത് സിഗ്നൽ തടസ്സപ്പെടുന്നത് പൂർണ്ണമായും ഇല്ലാതാക്കും. ചുരുക്കത്തിൽ 2026 കണക്കുകൾ പ്രകാരം യുദ്ധകളത്തിലെ 80% നാശനഷ്ടങ്ങളും ഡ്രോണുകൾ മൂലമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുക്രൈന്റെ ഈ ഡിജിറ്റൽ ഗറില്ല യുദ്ധമുറ റഷ്യയെ അവരുടെ സൈനിക തന്ത്രങ്ങൾ പൂർണ്ണമായും മാറ്റാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. അധിനിവേശത്തിനെതിരെ പോരാടാനുള്ള യുക്രൈനിലെ സാധാരണക്കാരുടെ ഉറച്ച തീരുമാനവും പ്രസിഡന്റ് സെലൻസ്കിയുടെ നേതൃത്വവും പ്രതിരോധത്തിന് കരുത്താണ്. യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസിന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം കാരണം കാര്യമായ പുരോഗതിയില്ല. തങ്ങൾ പിടിച്ചെടുത്ത 4 പ്രധാന ഭാഗങ്ങളും ക്രിമിയയും റഷ്യയുടെ ഭാഗമായി അംഗീകരിക്കണമെന്ന് പുടിൻ ആവശ്യപ്പെടുന്നു. എന്നാൽ സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന കർശന നിലപാടിലാണ് യുക്രൈൻ. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ യുദ്ധത്തിനായി പൂർണ്ണമായും മാറ്റപ്പെട്ടെങ്കിലും ചൈനയിൽ നിന്നുള്ള സഹായം വഴി അവർ യുദ്ധം തുടരാനുള്ള ശേഷി നിലനിർത്തുന്നു. മറുവശത്ത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം യുക്രൈനെ താങ്ങി നിർത്തുന്നു. വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ ഇരുപക്ഷത്തിനും സാധിക്കാത്ത സ്തംഭനാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. റഷ്യ പിടിച്ചെടുക്കുന്ന ഓരോ മീറ്റർ ഭൂമിക്കും വലിയ സൈനിക നഷ്ടം സഹിക്കേണ്ടി വരുന്നുണ്ട്. എന്നിട്ടും ഒരു വാശിപ്പുറത്ത് അവർ യുദ്ധം തുടരുകയാണ്.